മരണത്തിനിപ്പുറവും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പ്രചോദനമേകാൻ കഴിയുന്നത് അപൂർവ സൗഭാഗ്യമാണ്. ഇത് അങ്ങനെ ഒരു മനുഷ്യന്റെ കഥയാണ്. ഹൃദയാഘാതം മൂലം മരിച്ച ശില്പിയും സഹസംവിധായകനുമായ അനിൽ സേവ്യറിന്റെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ശരീരം സർക്കാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ വൈദ്യ പഠനത്തിന് വിട്ടു നൽകിയത്. ഒപ്പം അനിലിനോടുള്ള സ്നേഹമായി പ്രിയപത്നി അനുപമയും അനിലിന്റെ ഉറ്റ ചങ്ങാതിമാരും ശരീരദാന സമ്മതപത്രം ഒപ്പിട്ടു. പ്രിയ കൂട്ടുകാരന്റെ സ്മരണകളുമായി സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും ഒത്തുകൂടിയപ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്നേഹസംഗമമായി മാറി. അവർക്കൊന്നും സാധിക്കാത്ത വലിയൊരു കാര്യമാണ് അനിലിന് ബാക്കി വെച്ച് പോകാൻ പറ്റിയത്. അനിലിന്റെ ഒരു ലെഗസി എന്ന് പറയുന്നത് അഭീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കില്ല. അപ്പോൾ ആളെന്നോട് പറഞ്ഞതാണ്, നല്ലൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, ഇപ്പം മെഡിക്കൽ കോളേജിലെ തിയേറ്ററിലും ആൾ പെർഫോം ചെയ്യും. മരിച്ചുപോയ സുഹൃത്തിന്റെ ആഗ്രഹപ്രകാരം അയാളുടെ മൃതദേഹം പ്രിയപ്പെട്ടവർ മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകുന്നു. ഒപ്പം ഒരു തീരുമാനം കൂടി. മരിച്ചയാളുടെ ജീവിത പങ്കാളിയും ഉറ്റ ചങ്ങാതിമാരും ഉൾപ്പെടെ 28 പേർ ശരീരദാന സമ്മതപത്രം ഒപ്പിട്ടു നൽകുന്നു. അത്യപൂർവ സംഗമത്തിനായിരുന്നു അങ്കമാലി പ്രസിഡൻസി ക്ലബ്ബ് ഓഡിറ്റോറിയം സാക്ഷിയായത്. ഓഗസ്റ്റ് 15 ശില്പിയും സഹസംവിധായകനുമായ അനിൽ സേവ്യർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. മരണശേഷം എന്ത് എന്ന് വ്യക്തമായ ധാരണ ഭാര്യ അനുപമയ്ക്ക് അനിൽ നൽകിയിരുന്നു. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് തന്നെ കൊടുക്കണം എന്ന്. ആൾ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറേ കൂടി ഹെൽപ്ഫുള്ളായത്. കാരണം ആൾ ഇനിയും വെറുതെ അല്ല പോയത്, ആളൊരു നല്ല കാര്യം ചെയ്തിട്ടാണ് പോയത്. ഒരു പക്ഷേ ആ സ്റ്റുഡൻസിനെ ഞാൻ കാണുവാണ്, നല്ല ബോഡിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്. നല്ല തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ വെച്ചിട്ട്. ആൾ അങ്ങനെ പോണില്ല, ആളുടെ പെർഫോമൻസ് തുടരും. അനിലിൻ്റെ അച്ഛനും അമ്മയൊക്കെ അനിലിനോടുള്ള ഒരു ബഹുമാനം എന്നുള്ള രീതി തന്നെയാണ് ഇതിനെ സ്വീകരിച്ചത്. 2017 ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അനുപമയുടെയും അനിലിന്റെയും വിവാഹം. അനുപമയും അനിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു. അനിലിന്റെ സഹപാഠിയായിരുന്നു രോഹിത് വെമുല. രോഹിത്തിന്റെ മരണശേഷം അനിൽ ക്യാമ്പസിൽ തീർത്ത രോഹിത് വെമുലയുടെ സമരസ്മാരക ശില്പം അമ്മ രാധിക വെമുല സന്ദർശിക്കുന്ന ചിത്രം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ഇന്നോളം നേരിൽ കണ്ടിട്ടില്ലാത്ത അനിലിന്റെ ഓർമ്മദിനത്തിൽ രാധിക വെമുലയും എത്തി. అనిల్ రోహిత్ వేముల ఉద్యమంలో ఒక పార్ట్నర్. అతను చాలా మంచి వ్యక్తి. అనిల్ చనిపోయిన తర్వాత ఆ బాడీని మెడికల్ కాలేజీకి డొనేట్ చేశాడు. చాలా మంచి హృదయం అతనిది, చాలా గొప్ప విషయం అది. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ അനിലിനെ ഓർത്തെടുത്തു. അനിലിന്റെ പ്ലാനിങ്, അവന്റെ മരണത്തിൽ വരെ അവന്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഫിനസും അവന് വിടവാകുന്നതും ഒരു ഭംഗിയിലായിരിക്കണം ഒരു ആർട്ടിസ്റ്റിന്റെ വാശി ഞാൻ അതിൽ കാണുന്നു. ഇത് അനിലിന്റെ മാതൃകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അനിലിന്റെ മാതൃക ഞങ്ങൾ തുടരുകയാണ് ചെയ്തത്. കാരണം ഞങ്ങളുടെ വലിയ സങ്കടത്തെ തന്നെയാണ്, കാരണം ആ സങ്കടത്തോടുള്ള ഞങ്ങളുടെ പ്രതികരണമായിരിക്കാം ഒരു പക്ഷേ ഇത്. ചടങ്ങിന്റെ വിവരം അറിഞ്ഞെത്തിയവർ കൂടി പങ്കാളികളായതോടെ 33 ശരീരദാന സമ്മതപത്രങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കൈമാറി. മരണത്തിനപ്പുറവും മനുഷ്യർക്ക് പ്രചോദനമാവുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അനിലിന്റെ ഓർമ്മകൾ ഊർജ്ജമാവുകയാണ് കുടുംബത്തിന്, കൂട്ടുകാർക്ക്, ഒരു തലമുറയ്ക്ക്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.